വളരെ ചെറിയ അടുക്കളയാണെങ്കിലും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടന്ന് നല്ല ക്ലട്ടർ ഫ്രീ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു അടുക്കള എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. വളരെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉള്ള അടുക്കളകളിൽ എന്നാൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് സാധനങ്ങൾ കടന്നു കയറാറുണ്ട്. നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന ഇത്തരം സാധനങ്ങൾ കണ്ടെത്തി ഡീക്ലട്ടറിംഗ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഡീക്ലട്ടറിംഗിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും എ ലേഡീസ് നോട്ട്പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ തവണ കടയിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഷോപ്പിംഗ് ബാഗ്സ് നമ്മൾ അടുക്കളയിൽ ആവശ്യമില്ലാതെ കൂട്ടിവെക്കാറുണ്ട്. വീണ്ടും പുതിയ പുതിയ ബാഗുകൾ കിട്ടുമ്പോൾ ഇതിന്റെ കൂടെ വച്ച് ഒരു വലിയ കളക്ഷനാക്കി നമ്മൾ ഇതിനെ മാറ്റും. അടുക്കളയിലെ ഏറ്റവും വലിയ ക്ലട്ടർ ഉണ്ടാക്കുന്നതിൽ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഷോപ്പിംഗ് ബാഗ്സിന് വലിയൊരു പങ്കുണ്ട്. ഏറ്റവും വലിയ തമാശ, ഇതിൽ മിക്കതും ചിലപ്പോൾ കേടുപാട് വന്ന ഷോപ്പിംഗ് ബാഗ്സ് ആയിരിക്കാം. ഇതുപോലെ ചെറിയ കീറലുകൾ വന്ന ബാഗുകൾ, അതുപോലെ വള്ളി പൊട്ടിപ്പോയ ബാഗുകൾ, പിന്നീട് നമുക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്തവ. അപ്പോൾ ഡീക്ലട്ടറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഷോപ്പിംഗ് ബാഗുകൾ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ട വളരെ കുറച്ച് മാത്രം കീപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കളയോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറ്റുകയോ ചെയ്യാം. ആവശ്യമില്ലാതെ അടുക്കളയിൽ എക്സ്ട്രാ നമ്മൾ കൂട്ടിവെക്കുന്ന മറ്റൊരു സാധനമാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ. ചിലപ്പോൾ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങുമ്പോൾ ഫുഡ് കണ്ടെയ്നറുകൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂട്ടി വെച്ച് കഴിയുമ്പോൾ ചിലതിന് ചിലപ്പോൾ അടപ്പൊന്നും കറക്റ്റ് പാകത്തിനുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ലിഡ് ഇല്ലാത്തതും കറക്റ്റ് ലിഡ് പാകത്തിനില്ലാത്തതും ഒക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കും. അടുക്കള ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീക്ലട്ടറിങ്ങിന്റെ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഇത്തരം കണ്ടെയ്നറുകളൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിത് എടുത്തു വെക്കുന്നത് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുപോകാനായിട്ടൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട കുറച്ചെണ്ണം എടുത്തു വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ആവശ്യമില്ലാതെ ചായ കുടിക്കുന്ന മഗ്ഗുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലോ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കപ്പുകൾ എടുത്ത് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളത് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യാം. ചെറിയ ഡാമേജുകളുള്ള ചായക്കപ്പുകൾ നമുക്ക് റീയൂസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോ കോസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാൻ മറക്കരുത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അടുക്കളയിൽ ചില ഐറ്റംസിന് ചില ചെറിയ ഡാമേജ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പുതിയത് വാങ്ങും. പക്ഷെ എന്താ പറ്റണേന്നറിയോ, പുതിയത് വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ പഴയത് അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല, നമ്മൾ പിന്നെയും അതവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ ക്ലട്ടർ അതിലേക്ക് ആഡ് ചെയ്യാന്നല്ലാണ്ട് ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത്തരത്തിലുള്ളൊരു ഐറ്റമാണ് ഈ കട്ടിംഗ് ബോർഡുകൾ. വല്ലാതെ സ്ക്രാച്ച് വന്നിട്ടുള്ള കട്ടിംഗ് ബോർഡുകൾ എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ നല്ല കട്ടിംഗ് ബോർഡുകൾ മാത്രം കീപ്പ് ചെയ്യാം. യൂസ് ചെയ്യാത്ത കട്ടിംഗ് ബോർഡുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുക്കളയിൽ നിന്ന് നമുക്കതിന് ബൈ ബൈ പറയാം. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക അടുക്കളകളിലും നമ്മൾ നോൺ സ്റ്റിക്ക് പാനുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ കോട്ടിങ് പോയതിനു ശേഷം നമ്മളത് വീണ്ടും ഉപയോഗിക്കാറുണ്ടോ? ഉടനെ തന്നെ കോട്ടിങ് പോയ പാനുകൾ നിങ്ങൾ അടുക്കളയിൽ നിന്ന് മാറ്റിക്കോളൂ. ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ കോട്ടിങ് പോയ പാനുകൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. നല്ല പാനുകൾ മാത്രം കീപ്പ് ചെയ്തിട്ട് നോൺ സ്റ്റിക്ക് പാനുകളിൽ കോട്ടിങ് പോയതാണെങ്കിൽ ഉടനെ തന്നെ അടുക്കളയിൽ നിന്ന് മാറ്റാം. എല്ലാവരുടെയും വീട്ടിൽ കത്തികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടാവൂലേ? പക്ഷെ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണോ? ചിലപ്പോൾ മൂർച്ച പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ പുതിയ കത്തി മേടിക്കാറ്. എന്നാലും ഉപയോഗിക്കാത്ത കത്തികൾ നമ്മൾ അടുക്കളയിൽ നിന്ന് മാറ്റില്ല. അടുക്കളയിൽ അതിനൊരു പ്രത്യേക സ്ഥലം കൊടുത്ത് നമ്മളത് അനാവശ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കും. കത്തികളുടെ മൂർച്ച ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത കത്തികൾക്ക് അടുക്കളയിൽ നിന്ന് മോചനം കൊടുക്കാം. എങ്ങനെയാന്നല്ലേ? തക്കാളി കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കത്തിയുടെ മൂർച്ച അറിയാൻ പറ്റും. കാരണം വളരെ സോഫ്റ്റ് ആണല്ലോ തക്കാളി. അപ്പോൾ തക്കാളി പോലും കട്ട് ചെയ്യാൻ പറ്റാത്ത കത്തിയാണെങ്കിൽ പിന്നെ നമ്മളത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ തക്കാളി കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും കട്ടാവാതെ ഇരിക്കുന്ന കത്തികൾ ഒട്ടും മൂർച്ചയില്ലാത്ത കത്തികളാണെന്നും അതിനെ ഉടനെ തന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് മാറ്റാട്ടോ. പീലറുകൾ, അതുപോലെ സിസേഴ്സ്, ഇതൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ കുറേ അധികം ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൽ ആവശ്യമില്ലാതെ നമ്മൾ എത്ര എണ്ണം കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതും അതുപോലെ മൂർച്ചയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പീലറുകൾ, സിസേഴ്സ് ഒക്കെ നമുക്ക് ഉടനെ തന്നെ ഡിസ്കാർഡ് ബോക്സിലേക്ക് മാറ്റാം. അതുപോലെ എക്സ്ട്രാ ഡ്യൂപ്ലിക്കേറ്റ്സ്, ഇപ്പോൾ ലൈറ്റേഴ്സ്, അതുപോലെ സ്പൂണുകൾ, നമ്മൾ പാഴ്സൽ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്പൂണുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്ത് മാറ്റാട്ടോ.
അടുക്കളയിൽ ഓരോരോ ക്യാബിനറ്റ്സ് ആയിട്ട് നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ പല പല ഐറ്റംസ് ആയിരിക്കുമല്ലോ നമ്മൾ പല പല ക്യാബിനറ്റ്സിൽ വെച്ചിരിക്കുന്നത്. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന്. ആവശ്യമില്ലാത്തതാണെങ്കിൽ ഉടനെ തന്നെ റിമൂവ് ചെയ്യാം. ചില സാധനങ്ങളുണ്ടല്ലോ, ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ മേടിക്കും. എന്നാൽ പഴയത് നമ്മൾ എടുത്തു മാറ്റുമോ? അതുമില്ല. അങ്ങനെ ഒരു ഐറ്റമാണ് ദേ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ 3 ഇടിയപ്പം മേക്കറിൽ ഒന്ന് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ആവശ്യമില്ലാതെ ഈ 2 എണ്ണവും കൂടി ഞാൻ എക്സ്ട്രാ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും സ്പെയറുകൾ നമ്മൾ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ സ്പെയർ ആയിട്ട് നമ്മൾ പിന്നീട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് ലോഫ്റ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്റ്റോറേജ് സ്പേസിൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കിച്ചൺ ക്യാബിനറ്റിലെ സ്റ്റോറേജ് സ്പേസ് കളയുന്നതിന് പകരമായിട്ട് നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ കേടുപാടുകളില്ലാത്തത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ചില സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്റ്റോറേജ് ബോക്സുകൾ, അത് മാത്രമല്ല നമ്മൾ കണ്ടെയ്നറുകൾ, മസാലകളൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്നത്, ഇത്തരം ഐറ്റംസ് എല്ലാം നാളെ ഒരിക്കൽ ഉപയോഗപ്പെടുമെന്ന് കരുതിയിട്ട് എല്ലാം കിച്ചൺ സ്റ്റോറേജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ അത്തരം സ്ഥലം കളയാന്നേ ഉള്ളൂ. അത്യാവശ്യത്തിന് വളരെ കുറച്ചെണ്ണം മാത്രം നമുക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റോറേജ് ക്യാബിനറ്റുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ബാക്കിയുള്ളത് വലിയ സ്റ്റോറേജ് ബോക്സുകളിലാക്കിയിട്ട് നമുക്ക് ലോഫ്റ്റിലോ എവിടെയെങ്കിലും കീപ്പ് ചെയ്യാം. അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എടുക്കാമല്ലോ. ഡീക്ലട്ടറിങ്ങിന്റെ സമയത്ത് അടുക്കളയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റേണ്ട മറ്റൊരു ഐറ്റമാണ് വളരെ റെയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലയൻസസുകൾ. നമ്മളിത് ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, വെറുതെ നമ്മൾ ക്യാബിനറ്റ്സിൽ ഈ സാധനങ്ങൾ എടുത്തു വെച്ച് വെറുതെ സ്പേസ് കളയും. ഡാമേജ്ഡ് ആയിട്ടുള്ള ചെറിയ ടൂൾസിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. എൻ്റെ ഈ ചോപ്പർ കണ്ടോ, 5 കൊല്ലത്തിന് ശേഷം ഇതിന്റെ സ്ട്രിങ് മുറിഞ്ഞുപോയി. പക്ഷെ വീണ്ടും ഞാനത് സ്ഥിരമായി സ്റ്റോർ ചെയ്തിരുന്ന ക്യാബിനറ്റിൽ വീണ്ടും എടുത്തു വച്ചിരിക്കുകയാണ്. ഇങ്ങനെ വളരെ റെയർ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും അപ്ലയൻസസോ അല്ലാന്നുണ്ടെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടൂൾസോ എന്തെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കണ്ടെത്തി അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോളൂ. ഡീക്ലട്ടറിങ് ചെയ്യുന്ന സമയത്ത് കട്ട്ലറി ക്യാബിനറ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഉപയോഗിക്കാത്ത സ്പാച്ചുലകൾ, സ്ട്രെയിനറുകൾ, അതുപോലെ മറ്റുള്ള ഐറ്റംസ് അനാവശ്യമായിട്ട് കുമിഞ്ഞുകൂടാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ കട്ട്ലറി ക്യാബിനറ്റ്. ഡെയിലി ഉപയോഗത്തിൽ ആവശ്യം വരുന്ന സാധനങ്ങൾ മാത്രം ഇതുപോലെ നമ്മൾ കട്ട്ലറി ക്യാബിനറ്റിൽ കീപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് എടുത്തു മാറ്റാം. ഡീക്ലട്ടറിങ്ങിന്റെ സമയത്ത് നമുക്ക് കാണാം, നമ്മൾ ആവശ്യമില്ലാത്ത ചില വലിയ പാത്രങ്ങളൊക്കെ സ്റ്റോറേജ് ക്യാബിനറ്റിൽ വെച്ചിട്ടുണ്ടാവും. 3-4 ചെറിയ പാത്രങ്ങൾ വെക്കാനുള്ള സ്ഥലം ഇത്തരത്തിലുള്ള വലിയൊരു പാത്രം വെക്കുന്നതിലൂടെ നമുക്ക് സ്റ്റോറേജ് ക്യാബിനറ്റിൽ നഷ്ടമാവും. ഇതേ ഉപയോഗം തന്നെ ചെയ്യാവുന്ന ചെറിയ പാത്രങ്ങൾ കീപ്പ് ചെയ്തതിന് ശേഷം വലിയ പാത്രം നമുക്ക് മറ്റ് ആവശ്യം വരുമ്പോൾ എടുക്കാൻ പാകത്തിന് മാറ്റിവെക്കാം. അടുക്കളയിലെ സ്റ്റോറേജ് സ്പേസിൽ ആവശ്യമില്ലാതെ കടന്നുകൂടുന്ന മറ്റൊരു ഐറ്റമാണ് ഫ്ലാസ്കുകളും അതുപോലെ എക്സ്ട്രാ വാട്ടർ ബോട്ടിലുകളും. ആവശ്യമുള്ളത് മാത്രം കീപ്പ് ചെയ്യുക. ഡീക്ലട്ടറിങ്ങിന്റെ സമയത്ത് ഇത് പ്രത്യേകം ചെക്ക് ചെയ്യാൻ എല്ലാവരും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടുന്ന കുപ്പികൾ, ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ആവശ്യമില്ലാതെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്തു മാറ്റാം. ഡീക്ലട്ടറിങ് ചെയ്ത് മാറ്റിവെച്ച ഐറ്റംസിനെ ലോഫ്റ്റിലേക്ക് വെക്കേണ്ടതിന് പ്രത്യേകമായിട്ട് ബോക്സുകളിലേക്ക് മാറ്റി നമുക്ക് ലോഫ്റ്റുകളിലേക്ക് വെക്കാം. അതല്ല ഡൊണേറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണെങ്കിലോ കേടുപാടുകളില്ലാതെ നമ്മൾ എക്സ്ട്രാ കീപ്പ് ചെയ്ത് വെച്ചിരുന്ന സ്പെയറുകളൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാം. ഇനി വീണ്ടും ഉപയോഗിക്കാൻ കഴിയാതെ കളയാൻ വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഏതെങ്കിലും തരത്തിൽ റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. ഡെയിലി ഉപയോഗമില്ലെങ്കിലും പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള ഐറ്റംസ് ഇതുപോലെ ചെറിയ ബാസ്ക്കറ്റുകളിലാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്ന ഉയരത്തിൽ തന്നെ എന്നാൽ സ്റ്റോറേജിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോഴും കിച്ചൺ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഡീക്ലട്ടറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അതിശയം തോന്നും. ഡീക്ലട്ടറിങ് ചെയ്ത് കഴിയുന്ന സമയത്ത് എത്രയധികം സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോൾ. ചെറിയ അടുക്കളയിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് തോന്നിക്കാനായിട്ട് ഡീക്ലട്ടറിങ്ങിന്റെ സമയത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് എടുത്ത് മാറ്റേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിവിധ സ്റ്റെപ്പുകളിലൂടെ അടുക്കള എങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇതിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്ത ചില ഐറ്റംസ് നമുക്ക് കളയുന്നതിന് പകരമായിട്ട് റീയൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഉടനെ തന്നെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട്പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.